ലക്ഷങ്ങൾ വിലയുള്ള തേക്കിൻതടി കേസ് നഗരസഭ അട്ടിമറിച്ചതായി വിവരാവകാശ പ്രവർത്തകന്റെ വെളിപ്പെടുത്തൽ. വിവരാവകാശ പ്രവർത്തകനായ ഷെരീഫ് പൊന്തനാലാണ് തെളിവുകൾ ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നഗരസഭ ആസ്തി രജിസ്റ്ററിലുള്ള TB റോഡിൽ സ്ഥിതി ചെയ്തിരുന്ന 8ഓളം വലിയ തേക്കിൻ തടികൾ 2019 ഓഗസ്റ്റ് 19 മോഷണം പോയ കേസ് അട്ടിമറി നടത്തിയെന്നാണ് ഷെരീഫ് പൊന്തനാൽ ആരോപിക്കുന്നത്. 2019 ആഗസ്റ്റ് 19 ഈരാറ്റുപേട്ട നഗരസഭ ആസ്തി രജിസ്റ്ററിലുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 8ഓളം തേക്കിൻ തടികൾ മോഷണം പോയത്. അതിനുശേഷം ആഗസ്റ്റ് 21 അന്നത്തെ വൈസ് ചെയർമാനായ ബൽക്കീസ് നവാസ് പോലീസ് പരാതി കൊടുത്തു. തുടർന്ന് FIR പോലീസ് ഇട്ടു. പക്ഷേ അത് കഴിഞ്ഞ് ആ തേക്കിൻതടി മോഷണം പോയ തേക്കിൻതടി അരുവിത്ര കോളേജ് റോഡിൽ ഏതാനും ദിവസം കഴിഞ്ഞ് കാണപ്പെടുകയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ അത് സൂക്ഷിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇതിന് യാതൊരു നടപടിയും എടുത്തില്ല. അത് കഴിഞ്ഞ 2020 അവസാനം ഈ കേസ് റഫർ ചെയ്തു. പോലീസ് കേസ് റദ്ദാക്കി. അതിനെതിരെ അന്നത്തെ അവസാനത്തെ കാലമായി ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലത്താണ് സംഭവം നടന്നത്. എന്നിട്ട് പുതിയ ഭരണസമിതി വന്നപ്പോൾ അതിന് എതിരായിട്ട് ഈരാറ്റുപേട്ട കോടതിയിൽ പോകാമായിരുന്നു. അത് പോയില്ല. ഹൈക്കോടതിയിൽ പോയില്ല. അതേ തുടർന്ന് ഈരാറ്റുപേട്ട പഞ്ചായത്തായിരുന്നപ്പോൾ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റാണ് VK മുഹമ്മദ് യൂസുഫ്. അദ്ദേഹത്തെ മാറ്റി പുതിയ ചെയർപേഴ്സൺ മാറ്റുകയും ചെയർപേഴ്സന്റെ ബന്ധുവിനെ അഡ്വക്കേറ്റാക്കി നഗരസഭയുടെ വക്കീലാക്കി നിയമിക്കുകയും ചെയ്തു. അത് തുടക്കം മുതലാണ്, അന്ന് തൊട്ടാണ് ഈ കേസ്, ഈ തേക്കിൻതടി കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടന്നത്. അത് ഒരു 25 ലക്ഷം രൂപ വിലയുള്ള തേക്കിൻതടി അവസാനം 2,85,000 രൂപയ്ക്ക് 2022 ലേലം ചെയ്തു കൊടുത്തു. കോടതി ലേലം ചെയ്തു കൊടുത്തു. ഇതിനെതിരായിട്ട് ഈ 2022 ഇത് സംബന്ധിച്ച് ഞാൻ ഹൈക്കോടതി റിട്ട് ഫയൽ ചെയ്തു. ഈ കേസ് പുനരന്വേഷിക്കണം എന്നും പറഞ്ഞ് FIR റദ്ദാക്കി വീണ്ടും അന്വേഷിക്കണമെന്നും പറഞ്ഞ് കേസ് കൊടുത്ത് ഈ മെയിൽ അത് വിധിയായി. എനിക്ക് തുടരന്വേഷണം കീഴ്ക്കോടതി സമീപിക്കാമെന്ന് പറഞ്ഞു. ഇതിന്റെ പിന്നിൽ അന്നത്തെ ഈ 2021 മുതൽ നിയമിച്ച അഡ്വക്കേറ്റ്, ഈ കേസിനെ സംബന്ധിച്ച് സുനിൽ V. മുഹമ്മദ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ്, അത് സുഹ്റ അബ്ദുൽ ഖാദറിന്റെ ബന്ധുവാണ്. ഇവര് യാതൊരു ഈ കേസൊന്നും കോടതിയിൽ ഒന്നും വേണ്ടിയിട്ടില്ല. ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്ത് നിന്ന് തടിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കേസ് തോൽക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ അഡ്വക്കേറ്റായ ശ്രീ സുനിൽ V. മുഹമ്മദ് ഹൈക്കോടതി ചെയ്ത്. എന്നിട്ടും കേസ് ഒരു പരിധിവരെ വിജയിച്ചു. വീണ്ടും അന്വേഷണത്തിന് കോടതിയെ സമീപിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇതിന്റെ വരെ ഒരുപാട് വിവരാവകാശം കൊടുത്തു. അത് കൊണ്ടാണ് ഈ തേക്കിൻതടി വിറ്റുപോയെന്ന് മനസ്സിലായത്. ഈ തടി അന്ന് 2010 ആഗസ്റ്റ് 19 വെട്ടി, ചിലർ ചേർന്ന് വെട്ടി. ആ തടി ചാവക്കാടാ കൊണ്ടുപോയെന്ന് പറയുന്നു. ആ ചാവക്കാട് കൊണ്ടുപോയ തടി പകുതിയോളമുള്ളൂ ഈരാറ്റുപേട്ടയിൽ എത്തിയിട്ടുള്ളൂ. അത് തന്നെ വലിയ കുറ്റി തേക്കായിരുന്നു. 8ഓളം കുറ്റി തേക്ക് ഇപ്പോഴും പരിശോധിച്ചറിയാം. 8ഓളം തേക്കിന്റെ കുറ്റികൾ അവിടെ ഉണ്ട്. ആ പകുതിയോളം തേക്കിൻതടി എത്തിയിട്ടില്ല. ഇത് തേക്കിൻതടി ലേലം ചെയ്ത വിവരം മുനിസിപ്പാലിറ്റി നോട്ടീസ് ബോർഡിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് പേര് 4-5 പേര് കൂടി ഒരു അഡ്വക്കേറ്റാണ് ലേലം ചെയ്തത്. പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിന്നാണ് ലേലം ചെയ്തത്. അതുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചത്. അതിൽ ഈ മുനിസിപ്പൽ ചെയർപേഴ്സണും ഇപ്പോഴത്തെ ഭരണസമിതിക്കും പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. ഈ തേക്കിൻതടി ഇത്രയും കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടത്തിയ മുനിസിപ്പൽ ഭരണസമിതിക്കും ചെയർപേഴ്സണും ഉത്തരവാദിത്വമുണ്ട്.
അന്നത്തെ ഇരാറ്റുപേട്ടക്കാരനായ അഡ്വക്കേറ്റ് VK മുഹമ്മദ് യൂസുഫിനെ മാറ്റിയത് തന്നെ ഈ കേസ് അട്ടിമറിക്കാനാണ്. അദ്ദേഹം സീനിയർ വക്കീലാണ്, പഞ്ചായത്തായിരുന്ന പല കേസുകൾ വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം തുറന്നിരുന്നെങ്കിൽ ഈ തേക്കിൻതടി കേസ് ഇങ്ങനെ പോവുകയില്ലായിരുന്നു. ഇതെല്ലാം ഇത് പാവപ്പെട്ടവർക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ഇത് ഈ ആശ്രയ കിറ്റ് പോലെയുള്ളതൊന്നും ഇരാറ്റുപേട്ട നഗരസഭ ഇപ്പം കൊടുക്കുന്നില്ല. അതിനെല്ലാം ഉപകരിക്കുന്ന വലിയൊരു തുക ജനങ്ങൾക്ക് കിട്ടേണ്ട പണം, ജനങ്ങളുടെ നികുതി പണം, അല്ലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട ഭീമമായ സംഖ്യ ചെലവഴിക്കേണ്ട ഈ തേക്കിൻതടി ലേലം ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് ചെയ്യേണ്ടിയിരുന്നത് ഫോറസ്റ്റുകാർ വില ഈടാക്കിക്കൊണ്ട് ലേലം ചെയ്യേണ്ട വസ്തുവാണ്. ഇങ്ങനെ ഒരു രീതിയിൽ അന്യാധീനപ്പെട്ടു പോയി ആർക്കും ഉപകാരമില്ലാത്ത ഇപ്പൊ ആ തുക ആർക്ക് കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല. കേസ് നഗരസഭ പരാജയപ്പെട്ടു പോയാൽ അന്നത്തെ ആ ഉടമസ്ഥന് തന്നെ, പിന്നെ സ്ഥല ഉടമയ്ക്ക് തന്നെ കിട്ടും.